കല്യാണം കഴിക്കുക എന്നാണല്ലോ പറയുന്നത്. കഴിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തീർന്നു എന്നാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ നല്ല സന്തോഷമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ തീർന്നു. കുറെ നാളത്തേക്ക് പ്രണയം നിൽക്കും. അത് കഴിഞ്ഞാല് രണ്ടുപേര് തമ്മിൽ ഇണചേർന്ന് ജീവിക്കാൻ തുടങ്ങി തൊട്ട പതുക്കെ അത് കുറഞ്ഞുകൊണ്ടേ. ആ കുറയുക എന്ന് പറയുന്നത് ആരുടെയെങ്കിലും പ്രശ്നം കൊണ്ടല്ല, ആരെങ്കിലും മോശമാകുന്നതുകൊണ്ടൊന്നുമല്ല. വൈവിധ്യത്തിലേക്ക് പോകുന്ന ഒരു പ്രപഞ്ചത്തിലാണ് നമ്മളുള്ളത്. പ്രണയം എന്ന് പറയുന്നത് രണ്ടുപേര് തമ്മിൽ പരസ്പരം അവരവർക്ക് പറ്റുന്ന ആളുകളാണോ എന്ന് അറിഞ്ഞ് തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് ശരിക്കും പ്രണയം. രണ്ടുപേര് പ്രണയമുള്ള, ഞാൻ എൻ്റെ വീട്ടിനകത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന സമയത്ത് ധാരാളം പ്രണയിക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ അവർ താമസിക്കാൻ ഒരു മുറി കൊടുക്കും. കാരണം ആദ്യമായിട്ടാണ് അവർ രണ്ടുപേരും ഒന്നിച്ചൊരു മുറിക്കാതിരിക്കുന്നത്. പ്രണയം പോകാൻ ഏറ്റവും എളുപ്പം അവരെ ഒന്നിച്ചിരുത്തിയാൽ മതി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതണ്ടി വരുന്നത് പോലെ തന്നെയാണ് പ്രണയിക്കാനും പൊരുതണ്ടി വരും. പുരുഷന്മാർ കുഞ്ഞിനെ ഉണ്ടാക്കി അപ്രത്യക്ഷമാകുന്ന ആൾക്കാരാണ്. ഇവിടെ ഇപ്പോഴും പെണ്ണ് കാണുക അല്ലാതെ ആണ് കാണുക എന്ന് പറഞ്ഞ ചടങ്ങുണ്ടോ? എനിക്കിഷ്ടമല്ല എന്നൊക്കെ വീട്ടിൽ പറയാം. അത്രയാണ് ഇപ്പം നമ്മൾ പറയുന്ന പുതിയ. പണ്ടാണെങ്കിൽ അതുമില്ല. ലൈംഗിക ബന്ധത്തിലൊന്നും പെടത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഷേക്സ്പിയർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കവിത വായിക്കാനായിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയല്ലേ പ്രണയം. ഇതൊന്നും അല്ല പ്രണയം. മൈത്രേയൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രണയം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പ്രണയം വിശപ്പ് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു അങ്ങനെ തോന്നാനുള്ള കാര്യം? തോന്നുന്നതല്ല, അതൊരു റിയാലിറ്റിയാണ്. നമ്മുടെ ജീവിതം തുടരുന്നത് രണ്ടുപേര് ചേർന്നുള്ള ഇണകളിലൂടെയാണ്. ജീവന്റെ തുടർച്ച ഉറപ്പാക്കുന്ന ഇതിനാവശ്യമായിട്ടുള്ള വികാരമാണ് പ്രണയം. അപ്പൊ അത് കാരണം കൊണ്ട് പ്രണയം വേണോ വേണ്ട എന്നുള്ള ചോദ്യമില്ല. പ്രണയം ആളുകൾ നിയന്ത്രിക്കുന്നത് സാമൂഹികമായ കാരണങ്ങളുണ്ട്. എല്ലാ ആളുകളും പ്രണയം അനുഭവിക്കും. പക്ഷെ അത് സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യരായതുകൊണ്ടാണ് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അത്രയേ ഉള്ളൂ. ഞാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് പ്രണയമുള്ള ആളായിട്ട് എപ്പോഴും അനുഭവിച്ച് ജീവിക്കുന്ന ആൾ. അപ്പൊ ആ ഒരു വിശപ്പ് എന്ന് പറയുന്നത് ഒറ്റയൊരു ഭക്ഷണത്തിനോട് മാത്രമായിട്ടുള്ള ഇഷ്ടമാണോ? അതല്ല, വിശപ്പ് എന്ന് പറയുന്നത് പോലെ ആണെന്ന് നമ്മൾ പറയുമ്പോൾ, വിശക്കുക എന്ന് പറയുന്നതിനകത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചേർത്തിട്ടാണ് കഴിക്കാറുള്ളത്. നമ്മൾ ഒരൊറ്റ സാധനമല്ലല്ലോ കഴിക്കുന്നത്. അത്രയും ലളിതമായിട്ട് അത് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ പ്രണയം എന്ന് പറയുന്നത് ഒരാളിലെ ഒതുക്കണമെന്ന് പറയുന്നത് വ്യക്തിഗതമായി വന്നതല്ല, സാമൂഹികമായിട്ട് വന്നതാണ്. വ്യക്തിഗതമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറെ നാളത്തേക്ക് ഒരാളോട് പ്രണയം എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ പ്രണയമൊക്കെ ഉണ്ടാകുന്നത്. ഒരു സമയത്ത് പലരോട് പ്രണയം തോന്നുക എന്ന് പറയുന്നത് കുറച്ച് മനുഷ്യർക്ക് മാത്രമുള്ള, എല്ലാവർക്കും പറ്റില്ല. കൂടുതൽ ആൾക്കാരും ഒരു സമയത്ത് ഒരാളോട് കൂടുതൽ പ്രണയം തോന്നുന്ന കുറെ നാളുണ്ടാകും. അത് കഴിഞ്ഞൊരു പൂ വിരിയുന്നത് പോലെ, പൂ വിരിഞ്ഞാൽ കാ പിടിക്കുമ്പം അതിൻ്റെ ഏതൾ കൊഴിഞ്ഞു പോകുന്ന പോലെ തന്നെ വിട്ടുപോകുന്ന ഒന്നാണ് പ്രണയവും. അല്ല, അങ്ങനെ പ്രണയം ഒരാൾക്ക് അങ്ങനെ തുടരാനെന്ന് നോക്കാം, ആരും വിചാരിച്ചിട്ടല്ല. അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം വിശപ്പ് അടങ്ങിപ്പോകുന്ന പോലെ. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര രുചികരമായിട്ടുള്ള ഭക്ഷണമായാലും വയറ് നിറഞ്ഞു തുടങ്ങുമ്പോൾ തൊട്ട് അത് വേണ്ടാതായി തുടങ്ങും. ഇത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നല്ല, ആരുടെ പ്രശ്നവും അല്ലത്. കുറെ നാളത്തേക്ക് പ്രണയം നിൽക്കും. അത് കഴിഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ ഇണചേർന്ന് ജീവിക്കാൻ തുടങ്ങി തൊട്ട പതുക്കെ അത് കുറഞ്ഞുകൊണ്ടേ. ആ കുറയുക എന്ന് പറയുന്നത് ആരുടെയെങ്കിലും പ്രശ്നം കൊണ്ടല്ല, ആരെങ്കിലും മോശമാകുന്നതുകൊണ്ടൊന്നുമല്ല. വൈവിധ്യത്തിലേക്ക് പോകുന്ന ഒരു പ്രപഞ്ചത്തിലാണ് നമ്മളുള്ളത്. ഒരാളെ പോലെ ഒരാളില്ല. രണ്ടുപേര് ചേർന്ന് പുതിയ കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത്. പുതിയ കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ പോലെ രണ്ടുപേര് ചേർന്ന് ഒരു കുഞ്ഞിനെ തരത്തിലുള്ള കുഞ്ഞിനെ തന്നെ ഉണ്ടാക്കത്തില്ല. വ്യത്യസ്തമായ കുഞ്ഞുങ്ങളേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഒരാളെ പോലെ ഒരാളില്ല. പക്ഷെ ഒരാളെ പോലെ ഏഴുപേരുണ്ടെന്നാണല്ലോ പറയുന്നത്. ഒരാളെ പോലെ ചുമ്മാ അത് കാണുമ്പോൾ അതൊക്കെ വെറുതെ ലോകത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത മനുഷ്യർ പറയുന്നത്. അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും 7 പേരെ നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്? ഒരാളെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുപിടിക്കാമെങ്കിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഈ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയത്തില്ലേ, സദൃശ ഇരട്ടകൾ. ഈ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നവർ പോലും ജനിക്കുമ്പം സാങ്കേതികമായി നമ്മൾ എങ്ങനെ പരിശോധിക്കിയാൽ ഒരണ്ടൻ രണ്ടായതാണ്. ഒരാള് തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ 2 കുഞ്ഞുങ്ങളും വ്യത്യസ്തരായി കഴിഞ്ഞിരിക്കും. നിരന്തരം ചുറ്റുപാടുമായി ഇണങ്ങി ഇടപെട്ട് രൂപപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഒരാൾ രണ്ടായിട്ടിരിക്കുമ്പോൾ തന്നെ ഒരാളുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വിഷയമാകും, മറ്റേയാൾ കേന്ദ്രമാകും. സബ്ജക്റ്റും ഒബ്ജക്റ്റുമായിട്ട് മാറുന്ന പോലെ കേന്ദ്രവും അതിൻ്റെ ചുറ്റുപാടുമായിട്ട് മാറുന്ന കാരണം കൊണ്ട് തന്നെ വ്യത്യസ്തമായി മാറിക്കൊണ്ടേയിരിക്കും. 10-15 വയസ്സാകുമ്പോഴത്തേന് സദൃശ ഇരട്ടകളെ ദൂരെ നിന്ന് കാണുന്നവർക്ക് മാത്രമാണ് അവർ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും അവർ വ്യത്യസ്തരായിരിക്കും. ഒരിക്കലും ഒരുപോലെ ആകത്തേയില്ല. അത്ര ഒരണ്ടം രണ്ടായി തുടങ്ങിയാൽ പോലും ഒരുപോലെ ആകാത്ത സ്ഥിതിക്ക്
ഒരാളെ പോലെ 7 പേരുണ്ടാകും എന്ന് പറയുന്നത് ആളുകൾ ചുമ്മാ അത് പറയുന്നു എന്നുള്ളതല്ലാതെ ലോകത്തൊരിക്കലും 7 അല്ല 15 എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അതുപോലെ പറയുന്നത്. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രണയ സങ്കല്പം ഉണ്ടല്ലോ, അതും മൈത്രേന്റെ സങ്കല്പവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ? കേരളത്തിന് ഒരു പ്രണയ സങ്കല്പമൊന്നുമില്ല. ആരാണ് ഈ കേരളത്തിൽ പ്രണയിക്കുന്നത്? പ്രണയമില്ലേ കേരളത്തിൽ? എല്ലാവരും പ്രണയിക്കുമെന്ന് ഞാൻ പറയുന്നത് പോലെ പ്രണയങ്ങളാണത്. അതൊന്നും പ്രണയങ്ങളായിട്ട് യഥാർത്ഥത്തിൽ മാറാറൊന്നുമില്ല. മൈത്രേന്റെ സങ്കല്പത്തിൽ പ്രണയം എന്താണ്? എന്റെ സങ്കല്പത്തിലേ അല്ല പ്രണയം. പ്രണയം ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം, വൈവിധ്യമാർന്ന ഭക്ഷണം കഴിച്ച് വൈറ്റമിൻ വേണം, പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, ട്രേസ് എലിമെന്റ്സ് വേണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ സാധനങ്ങളെല്ലാം ഉള്ള ഭക്ഷണമാണോ എല്ലാ ദിവസവും ആളുകൾ കഴിക്കുന്നത്? അപ്പൊ അതങ്ങനെ ആളുകൾ കഴിക്കുന്നു എന്ന് പറയുന്ന കാരണം കൊണ്ട് സമ്പുഷ്ടമായ ശരീരമോ അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒരു ഭക്ഷണമൊന്നും അല്ല ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ കിട്ടുന്നത് തിന്നുന്നവരായിട്ട് മാത്രമേ ജീവിക്കാനൊക്കത്തുള്ളൂ. അങ്ങനെയുള്ളു, ഒരു ബേസിക് നീഡ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം കിട്ടാത്ത ഭക്ഷണം കഴിക്കാത്തതുപോലെ തന്നെയാണ് പ്രണയങ്ങൾ എന്ന് പറയുന്നത്. വേലിക്ക് നിന്ന് ചിരിക്കുന്നതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്ത് പ്രണയം. ഒരു കത്തെഴുതി കൊടുത്ത പ്രണയമാണ്. പ്രണയക്കത്ത് ഇപ്പം മുഹമ്മദ് ബഷീറിന്റെ കത്തില്ലേ, പ്രണയം എന്തിനോട് എന്ന് പറഞ്ഞാൽ കത്തിനപ്പുറത്തോട്ട് ഒരു പ്രണയവും ഉണ്ടായിട്ടില്ല. ഇതൊന്നും അല്ല നമ്മൾ പ്രണയം കൊണ്ട് പറയുന്നത്. പ്രണയം എന്ന് പറയുന്ന 2 പേര് തമ്മിൽ പരസ്പരം അവരവർക്ക് പറ്റുന്ന ആളുകളാണോ എന്ന് അറിഞ്ഞ് തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് ശരിക്കും പ്രണയം. പണ്ട് കാലത്ത് അങ്ങനെയാണ്. 2 പേര് കാണുമ്പോൾ ഇഷ്ടം തോന്നും, സംസാരിക്കുമ്പോൾ ഇഷ്ടം പോകും. സംസാരിക്കുമ്പോൾ ഇഷ്ടം കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഇവരുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ അവരുടെ രുചികളും അവരുടെ ജീവിതവും എല്ലാ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ കുറച്ച് 2-3 ദിവസം അവരുമായിട്ട് യാത്ര ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് ഇവർ നമുക്ക് പറ്റാത്തവരാണെന്ന് തിരിച്ചറിയുന്നവരുണ്ട്. ഈ പ്രോസസ്സിനകത്ത് ആദ്യം കണ്ട ആ പ്രണയങ്ങളെല്ലാം പോവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വേറെ ആളുകളെ കാണുന്ന സമയത്ത് ഇതുപോലെ ആരംഭിക്കും. ഇങ്ങനെ ഒരു 10-15 എണ്ണം പല സമയങ്ങളിലായിട്ട് നമ്മൾ അനുഭവിച്ചിട്ട് അതിൽ ഓരോന്നിനകത്തും വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോൾ തന്നെ കൂടുതൽ യോജിപ്പുള്ള മേഖലകളിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊരു പങ്കാളിയാക്കാൻ കൊള്ളാം എന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ പങ്കാളിയാകാൻ കൊള്ളാം എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം തൊട്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രണയത്തിന് വേര് പിടിക്കുന്നത്. അതുവരെ കൗതുകങ്ങളാണ് സത്യത്തിലുള്ളത്. അതൊന്നും നമുക്ക്, കാരണം അത് ദൂരെ നിർത്തുന്ന, നമ്മുടെ നാട്ടിനകത്തൊക്കെ 2 പേര് തമ്മിൽ ഇഷ്ടം തോന്നിയാൽ ഒന്നിച്ചിരുന്നൊരു കാര്യം പറയാൻ പോലും പറ്റാത്ത അന്തരീക്ഷം നിൽക്കുന്ന കാരണം കൊണ്ട് ഈ അവസ്ഥ തുടരുക എന്നുള്ളതാണ് എപ്പോഴും ഉള്ളത്. അറിയാത്തവരായി 2 വർഷമായിട്ട് ജീവിക്കുന്ന, 2 വർഷമായി പ്രണയമാണെന്ന് അവരും വിചാരിക്കുന്ന, നാട്ടുകാരും വിചാരിക്കുന്നു. സത്യത്തിൽ അവർക്ക് 2 പേർക്കും ഒരു പരിചയമില്ല. കാരണം അങ്ങനെ പരിചയപ്പെടാനുള്ള ഒരു അന്തരീക്ഷവും നമ്മുടെ നാടുകളിലില്ല. അപ്പൊ ഇവിടുത്തെ പ്രണയം എന്ന് പറയുന്നത് സങ്കല്പത്തിലുള്ള പ്രണയങ്ങളാണ് 80% നടക്കുന്നത്. അത് കാരണം കൊണ്ട് 2 പേര് പ്രണയമുള്ള, ഞാൻ എൻ്റെ വീട്ടിനകത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന സമയത്ത് ധാരാളം പ്രണയിക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ അവർ താമസിക്കാൻ ഒരു മുറി കൊടുക്കും. ഒരാഴ്ചക്കകത്ത് അവർ പിരിയാറ്. കാരണം ആദ്യമായിട്ടാണ് അവർ 2 പേരും ഒന്നിച്ചൊരു മുറിക്കാതിരിക്കുന്നതിന്. അന്ന് തൊട്ട് അവർക്ക് മനസ്സിലായി നമ്മൾ തമ്മിലല്ല ഒന്നിച്ചിരിക്കേണ്ടതെന്ന്. പ്രണയം പോകാൻ ഏറ്റവും എളുപ്പം അവരെ ഒന്നിച്ചിരുത്തിയാൽ മതി. കാരണം അവർ തമ്മിൽ സംസാരിച്ചു കൊടുക്കുക, ശരീരത്തിൽ തൊടുകയോ ഒക്കെ ചെയ്തു തുടങ്ങുമ്പോൾ തൊട്ട് മനസ്സിലാവും ഈ ആളും ഞാനും തമ്മിൽ ഒരു പരിചയമില്ലാത്തൊരു അന്യനെയാണ് ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിനകത്തിരിക്കുന്ന, ഇപ്പോൾ പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീയോ, സ്ത്രീ ആണെങ്കിൽ ഒരു പുരുഷനെയോ, അല്ലെങ്കിൽ ആണും പെണ്ണും അല്ലാത്തവരാണെങ്കിൽ അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ഇണയെ അങ്ങോട്ട് പതിപ്പിക്കും. നമ്മുടെ ഒരു പ്രൊജക്ഷനുണ്ട്. നമ്മുടെ ഉള്ളിനകത്ത് ഒരു ഇണയെ പറ്റിയുള്ള സങ്കല്പങ്ങളുണ്ട്. ഈ സങ്കല്പം അപ്പുറത്ത് വരുന്ന ആളിന്റെ മുകളിലേക്ക് അങ്ങ് ഫിറ്റ് ചെയ്യും. എന്നിട്ട് അതിനെയാണ് പ്രണയിക്കുന്നത്, അല്ല അവിടെ ഉള്ള ആളിനെ അല്ല. അവരെ നമ്മുടെ അങ്ങോട്ടുള്ള ഇവരിലുള്ള എന്ന് നമുക്ക് പലതരത്തിലുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് സമാനമായ എന്തെങ്കിലുമൊക്കെ അവരിലുള്ളതാണ് നമ്മൾ പ്രണയിക്കാനായിട്ട് അവരെ കാണുന്നത്. അപ്പൊ അവരെ പ്രണയിച്ച് അടുക്കുമ്പോഴാണ് നമ്മുടെ സങ്കല്പം അനുസരിച്ചിട്ടല്ല ഇവരെ എന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത്. അവരിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാവുന്ന പുത്തൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രണയം തുടരുന്നുണ്ടാവും. കൂടുതൽ പ്രണയങ്ങളും അടുത്തറിഞ്ഞാൽ അപ്പൊ പോകും. ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന എപ്പോഴും ഉള്ള പ്രശ്നം. അപ്പൊ പ്രണയിക്കുന്നവരെന്ന് വിചാരിച്ച് നാട്ടുകാർ പിടിച്ച് കല്യാണം കഴിപ്പിക്കും. ആദ്യത്തെ മാസം തന്നെ അവർ പിരിഞ്ഞു. അതുകൊണ്ട് അന്നാണ് അവർക്ക് മനസ്സിലാകുന്നത് നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല. പരിചയപ്പെടാൻ ഇടം കൊടുക്കാത്ത പ്രണയങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് സങ്കല്പത്തിലുള്ള പ്രണയത്തിലാണ് ആളുകൾ കഴിയുന്നത്. ബോംബെയിൽ ഉണ്ടാക്കുന്ന സിനിമകൾ മുഴുവൻ നോക്കി അവിടെ ഭയങ്കര പ്രണയമല്ലേ.
സിനിമയിലല്ലാതെ നാട്ടിൽ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ട്? എല്ലാവരും ഈ സിനിമയ്ക്കകത്ത് കയറിയിരുന്ന ഈ പ്രണയക്കാർ, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ കണ്ട എല്ലാവരും ഈ പ്രണയക്കാരുടെ കൂടാണ്. പക്ഷെ പുറത്തിറങ്ങി ആരും ആരുടെയും പേര് പ്രണയിക്കത്തില്ല. സങ്കല്പത്തിൽ പ്രണയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മളുള്ളത്. അത് മേ ബി ആ ഒരു ഫ്രീഡം കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. കേരളത്തിലല്ല, നമ്മളെ പോലുള്ള ഏത് സമൂഹത്തിനകത്ത് ഈ ഫ്രീഡം ഇല്ല. അത് തന്നെയാണ് ഞാനീ പറയുന്നത്. അപ്പൊ നിങ്ങളിവിടെ ഇങ്ങനെ പ്രണയം, കേരളത്തിൽ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ പ്രണയിക്കുന്നവർ വിരലിലെണ്ണാവുന്നവരായിട്ട് മാറും. അങ്ങനെ ആരെങ്കിലും മൈത്രേന് ഞാൻ അനുഭവിക്കാറുണ്ട്, കാണാറുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ പ്രണയിക്കാനും കഴിവുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ വളരെ വലിയ വിലയുണ്ട് ഇതിന്. സ്വാതന്ത്ര്യമുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ പ്രണയിക്കാൻ പറ്റുള്ളൂ. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതണ്ടി വരുന്നത് പോലെ തന്നെയാണ് പ്രണയിക്കാനും പൊരുതണ്ടി വരും. പ്രണയിക്കുമ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും അല്ലേ? സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയല്ല, സ്വാതന്ത്ര്യത്തിൽ പ്രണയിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ പൊരുതണ്ടി വരും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളുടെ പ്രണയത്തിന് സമ്മതിക്കുന്നില്ലെങ്കിൽ അതിന് പൊരുതാൻ ബാധ്യത വരും. പ്രണയത്തിന് വേണ്ടി പൊരുതാതെ ഒരിക്കലും പ്രണയം നടക്കുന്നില്ല. മറ്റേത് സ്വതന്ത്രമായ വ്യക്തികളായി മാറിയാൽ തെരഞ്ഞെടുപ്പിന്റെ മാത്രം പ്രശ്നമേ ഉള്ളൂ. പ്രണയം സാക്ഷാത്കരിക്കാൻ പറ്റും. പക്ഷെ പ്രണയം ഇത് സാക്ഷാത്കരിക്കപ്പെടാതെ പ്രണയമാണെന്ന് വിചാരിച്ച് കല്യാണങ്ങളിൽ എത്തിച്ചേർന്ന് എന്നിട്ട് എല്ലാവരും നമ്മൾ പഴയ പ്രണയം തുടരാൻ നോക്കുമ്പോൾ പറ്റില്ല. കാരണം കല്യാണം തന്നെ അതില്ലാതാക്കളെ. കല്യാണം കഴിക്കുക എന്നാണല്ലോ പറയുന്നത്. കഴിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തീർന്നു എന്നാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ നല്ല സന്തോഷമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ തീർന്നു എന്നാണ്. അപ്പൊ കഴിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിലിട്ടതുപോലുള്ള അവസ്ഥയിലാണ് പിന്നെ ഈ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം അതിനുള്ള ഫ്രീഡം നമുക്ക് ഇതുവരെയും സാമൂഹികമായിട്ട് തന്നെ ഉണ്ടായിട്ടില്ല. മൈത്രൻ ആ ഒരു കാരണം കൊണ്ടാണോ ജയശ്രീ ടീച്ചറെ കല്യാണം കഴിക്കാതിരുന്നത്? കല്യാണം കഴിക്കാതെ ഉത്തരവാദിത്വത്തോടെ ജീവിക്കാൻ കഴിയുമെന്നുള്ള എൻ്റെ തിരിച്ചറിവ് കൊണ്ട് കല്യാണം കഴിക്കാതിരുന്നത്. കല്യാണം കഴിക്കുന്ന വഴിയെ ഉത്തരവാദിത്തപ്പെടത്തുള്ളൂ എന്നാണ് ഈ ആളുകൾ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും പുരുഷന്മാരെയാണ് കല്യാണം കഴിപ്പിക്കുന്നത്, സ്ത്രീകളെ അല്ല. പുരുഷന്മാർ കുഞ്ഞിനെ ഉണ്ടാക്കി അപ്രത്യക്ഷമാകുന്ന ആൾക്കാരാണ്. അതുവരെയുള്ള അവരുടെ പ്രണയം. അപ്പൊ അങ്ങനെ പോകുന്ന ആ കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള ഉത്തരവാദിത്തപ്പെടുത്താൻ വേണ്ടി പുരുഷനെയാണ് കല്യാണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല സ്ത്രീകളെ അല്ല. സ്ത്രീകളുടെ ഒരു ചോയ്സ് ഒന്നും ആരും കൊടുത്തിട്ടില്ലല്ലോ. പെണ്ണ് കാണാനല്ലേ അനുവദിച്ചിട്ടുള്ളത്. അതാണ് ഇതൊക്കെ കാണേണ്ടത്. അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെ തെരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ സ്ത്രീകൾ പോയി പുരുഷന്മാരെ നോക്കത്തില്ലേ? അതിനെയാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരു ചെറിയൊരു ചേഞ്ച് വന്നില്ല. അത് വേറെ വിഷയമാണ് പറയുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവിടെ നാട്ടിലെ ഞാനെല്ലാം പണിയെടുത്തിട്ട് വന്ന മാറ്റിനെ പറ്റി എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ ഇപ്പോഴും പെണ്ണ് കാണുക അല്ലാതെ ആണ് കാണുക എന്ന് പറഞ്ഞ ചടങ്ങുണ്ടോ? അത്ര ലളിതം. അതാ ഞാൻ ഈ പറയുന്നത്. പുരുഷനെ കല്യാണം കഴിക്കാൻ പ്രായമായി, അതുകൊണ്ട് കുറെ സ്ത്രീകളെ അവര് പോയി കാണും. അതിനകത്തൊന്ന് അവര് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല സ്ത്രീകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് നേരം സംസാരിച്ച് നോക്കാൻ പറഞ്ഞ് ഏൽപ്പിക്കുന്നതാണല്ലോ നിങ്ങൾ പറയുന്ന ഈ പുതിയ സംസ്കാരം. അത് കഴിഞ്ഞെന്താ ഉള്ളത്? അപ്പൊ അതൊക്കെ ഇത് നമ്മൾ അറിയണോ? അങ്ങനത്തെ ഒന്നും അറിയാനോ കേൾക്കാനോ നമ്മൾ പോയി പെണ്ണ് കാണുമ്പോൾ എന്താണ് ഈ പുരുഷൻ കാണുന്നത്? അപ്പിയറൻസ് മാത്രം, അത്രേ ഉള്ളു. ഒരു വ്യക്തിയെ അനുഭവിക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ഇതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഡേറ്റിങ്ങും പെണ്ണ് കാണലും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് നമ്മുടെ ഒരു കടയിൽ പോയിട്ട് എനിക്ക് പറ്റിയ ഷർട്ട് ഉണ്ടോ എന്ന് നോക്കുന്നവരാ. അതിനപ്പുറത്ത് യാതൊന്നുമില്ല. ഷർട്ടിന് യാതൊരു ഇതുമില്ല, ഒരു ചോയ്സും ഇല്ല ഇയാളുടെ ശരീരത്തിന് പറ്റുന്നതാണോ എന്നുള്ളത്. അയാൾ പലതും ഇട്ട് നോക്കും എന്ന് പറയുന്ന പോലെയാണ് പല വീട്ടിൽ പോയി ചായ കുടിക്കുകയും കാപ്പി കുടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ ആളിന് എന്ത് ചോയ്സ്, സ്ത്രീകൾക്ക് എന്ത് ചോയ്സാണ്? എനിക്കിഷ്ടമല്ല എന്നൊക്കെ വീട്ടിൽ പറയാം. അത്രയാണ് ഇപ്പം നമ്മൾ പറയുന്ന പുതിയ. പണ്ടാണെങ്കിൽ അതും ഇല്ല, അങ്ങനെ പറയാനൊക്കത്തില്ലായിരുന്നു. അതാണ് നമ്മൾ കുറച്ച് ആർജിച്ച സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്നൊക്കെ പറയാം. അത്രയും വരെയാണ്. പക്ഷെ അപ്പോഴും പെണ്ണ് കാണലേ നടക്കത്തുള്ളൂ, ബാക്കിയൊക്കെ വീട്ടുകാർ തീരുമാനിച്ചോളൂ എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു പ്രണയത്തിന്റെ യുക്തികൾ നമ്മൾ ഇന്നീ പറയുന്ന പ്രണയ കത്ത് എഴുതിയാലും മെസ്സേജ് അയച്ചാലും ഒന്നും അല്ല പ്രണയം. പ്രണയം രണ്ടുപേര് തമ്മിൽ കുറച്ച് നാൾ ജീവിക്കുമ്പം നമുക്ക് തുടരാം എന്ന് തീരുമാനിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ പ്രണയമാവുള്ളൂ. അല്ലാതെ ലൈംഗിക ബന്ധത്തിലൊന്നും പെടത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഷേക്സ്പിയർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കവിത വായിക്കാനായിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയല്ലേ പ്രണയം. ഇതൊന്നും അല്ല പ്രണയം.